നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലിലെ ബാക്കി നോട്ട്സുമായിട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസോളമാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കാണാത്തവർ കാണുക. ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നോട്ട്സിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നീട് പല ഫ്രണ്ട്സും നമ്മളോട് പറയാറുണ്ട് അവർക്ക് നോട്ട്സ് ഒരുപാട് അപ്ലോഡ് ചെയ്യുമെന്ന്. ആക്ച്വലി ഞാൻ റിസർച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകുന്നത്. പിന്നെ അതിനോടൊപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ലെസൺസൊക്കെ നോട്ട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പലരും അങ്ങനെ കാണാറില്ല അതൊന്നും. അതുകൊണ്ടാണ് പിന്നെയും അതൊക്കെ ഒന്ന് കണ്ടു വരട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നോട്ട്സ് വൈകിപ്പിക്കുന്നത്. പിന്നെ നോട്ട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം കുറച്ച് നന്നായിട്ടെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമല്ലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഡിലേ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. എന്ന് വെച്ചിട്ട് ആരും പിണങ്ങൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ റിക്വസ്റ്റുകൾ നിങ്ങൾ പറയുക, ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. പെട്ടെന്നല്ലെങ്കിൽ പോലും നിങ്ങളുടെ മെയിൻ എക്സാമിന് മുൻപ് എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ നോട്ട്സും അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും എന്നല്ല, ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും പിണങ്ങരുത്. നിങ്ങൾ ചാനൽ കാണുക, എല്ലാ നോട്ട്സ് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. വാട്ട് വാസ് ജെയിൻസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിംഗ്? അപ്പോൾ ഹോക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ജെയിൻ്റെ ഇംപ്രഷൻ എന്താണ്? അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിൻറ്റ് ആൽബൻസ്, just before he entered hospital for tests, Jane Wilde met Hawkins. അപ്പോൾ ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് സെയിൻറ്റ് ആൽബൻസിലെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ടാണ് ജെയിൻ ആദ്യമായിട്ട് ഹോക്കിങ്ങിനെ കാണുന്നത്. അതായത് ഹോക്കിങ് ടെസ്റ്റിന് പോകുന്നതിന് തൊട്ട് മുൻപ്. ഷീ ഫീൽസ് ദാറ്റ് ഹീ ഈസ് ടെറിബിളി ഇൻ്റലിജൻറ്റ്. അവൾക്ക് മനസ്സിലായത് എന്താണ്? അദ്ദേഹം ടെറിബിളി ഇൻ്റലിജൻ്റ് ആണ്, അതായത് നല്ല ഇൻ്റലിജൻ്റ് ആണ് എന്ന് മനസ്സിലാവുന്നു. എക്സെൻട്രിക്, അതായത് കുറച്ച് എക്സെൻട്രിക് എന്ന് പറയത്തില്ലേ, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ ചിന്തിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. ആക്ച്വലി എക്സെൻട്രിക് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഡിസോർഡർ എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുറേ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും കുറേ കാര്യങ്ങൾ വളരെ ഭ്രാന്തമായിട്ട് ചിന്തിച്ച് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ്. ആൻഡ് റാദർ ആരഗൻറ്റ്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ്. ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. പക്ഷേ ദേഷ്യക്കാരനാണെങ്കിലും ഇങ്ങനത്തെ എക്സെൻട്രിക് ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ജെയിനിന് ഇഷ്ടമാവുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, തമാശ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത ജെയിനെ അട്രാക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ജെയിൻ. സോ ജെയിൻ വാൽഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ജെയിൻ വാസ് എ ഷൈ ടീനേജർ, സീരിയസ് മൈൻഡഡ്, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അപ്പം ഷൈ ആയിട്ടുള്ള ടീനേജർ ആയിരുന്നു, സീരിയസ് മൈൻഡഡ് ആയിരുന്നു ജെയിൻ, പക്ഷേ ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വിച്ച് ഇസ് ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹർ മദർ. ശരിക്കും തൻ്റെ അമ്മയിൽ നിന്നാണ് ജെയിന് ഇങ്ങനത്തെ ആ ഒരു ദൈവവിശ്വാസവും അങ്ങനെയുള്ള സീരിയസ് മൈൻഡഡ് ആ ഒരു ക്യാരക്ടറൊക്കെ കിട്ടിയത് അമ്മയിൽ നിന്നായിരുന്നു. ഷീ ഹാസ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നല്ല കാര്യങ്ങൾ എത്ര പ്രതിസന്ധി ആയാലും നല്ല കാര്യങ്ങൾ എത്തേണ്ട സമയത്ത് എത്തിച്ചേരും. ഹോക്കിംഗ് അഡ്മയർഡ് ഹർ ഒപ്റ്റിമിസം ആൻഡ് ദർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അങ്ങനെ ഹോക്കിങ്ങിനും അവളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം, ഒപ്റ്റിമിസം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങി. ജെയിൻ ഹെൽപ്ഡ് ഹിം ടു ബ്രിങ് എ കൈൻഡ് ഓഫ് പോസിറ്റീവ് സ്പിരിറ്റ്. ഇറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. അപ്പം ജെയിൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് സ്പിരിറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത്. ഇറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. അത് കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റിൽ നിന്നൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറേയും കൂടി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ടെക്സ്റ്റിൽ നിന്ന് എഴുതുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഇൻവെർട്ടഡ് കോമാസിൽ ഇടുക. എങ്കിലേ പേപ്പർ നോക്കുന്നവർക്ക് ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ഇൻ ഹോക്കിങ്സ് ലൈഫ്. He applied for a research fellowship at Caius, one of the colleges in Cambridge University. In 1965, at the age of 23, Hawking received his fellowship at Caius, and in July of the same year, they were married. So, ഈ ഒരു ജെയിൻ്റെ
ആ ഒരു ഒപ്റ്റിമിസം കൊണ്ട്, ജെയിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഹോക്കിങ് റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ 1965 ആയപ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹത്തിന് അന്ന് 23 വയസ്സാണ്. അതിനുശേഷം ആ വർഷം തന്നെ ജൂലൈയിൽ അവർ മാരേജ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് ജെയിനെ പറ്റി ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, മീൻസ് ആൻസർ. അപ്പോൾ ജെയിനെ പറ്റിയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് വഹിച്ച വ്യക്തിയാണ് ജെയിൻ. സോ ജെയിൻ വെൽഡിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതുക. ഒരു 2 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. 4 മാർക്കിനാകുമ്പോൾ കുറച്ചുകൂടി പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ നിന്നുള്ള മറ്റ് കുറച്ച് പോയിൻറ്റ്സും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ജെയിൻസ് ഒപ്റ്റിമിസം ഇൻഫ്ലുവൻസ് ഹോക്കിംഗ്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, ആൻസറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് എഴുതിയേക്കാണ് കേട്ടോ ഇവിടെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. So Jane helped him to bring a kind of positive spirit. It made all the difference in Hawking's life. He applied for a research fellowship at KS, one of the colleges in Cambridge University, in 1965. At the age of 23, Hawking received his fellowship at KS. So ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജെയിൻ ശരിക്കും ഒരു പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതുപോലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു ഫെലോഷിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ 23 വയസ്സിൽ അദ്ദേഹത്തിന് ഫെലോഷിപ്പ് കിട്ടുകയുണ്ടായി. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഹൗ ഡിഡ് ജെയിൻസ് ഒപ്റ്റിമിസം ഇൻഫ്ലുവൻസ് ഹോക്കിംഗ്? ഹോക്കിങ്ങിനെ എങ്ങനെയാണ് ജെയിൻ്റെ ഒപ്റ്റിമിസം ഇൻഫ്ലുവൻസ് ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ച് 2-3 സെൻറ്റൻസ് എടുത്തെഴുതിയേക്കാണ്. സോ നിങ്ങൾക്ക് വളരെ ഈസിലി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. സോ ജെയിൻ ഹെൽപ്ഡ് ഹിം ടു ബ്രിങ് എ കൈൻഡ് ഓഫ് പോസിറ്റീവ് സ്പിരിറ്റ് ആൻഡ് ഇറ്റ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ് ഇൻ ഹോക്കിങ്സ് ലൈഫ്. അപ്പോൾ ജെയിൻ്റെ പോസിറ്റീവ് സ്പിരിറ്റാണ് ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിലെ എല്ലാ ഡിഫറൻസും ഉണ്ടാക്കിയത്. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് KS, വൺ ഓഫ് ദ കോളേജസ് ഇൻ Cambridge University, in 1965. At the age of 23, Hawking received his fellowship at KS. 23 ഇയേഴ്സ് ഉള്ളപ്പോൾ അദ്ദേഹത്തിന് ഫെലോഷിപ്പ് കിട്ടുന്നു കേംബ്രിഡ്ജിൽ നിന്ന്. ഇതൊക്കെ ശരിക്കും ജെയിൻ്റെ ഒപ്റ്റിമിസം കൊണ്ടാണ്, അല്ലെങ്കിൽ ജെയിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഈസ് സ്റ്റീഫൻ ഹോക്കിംഗ് റിയലി എ ഗ്രേറ്റ് മൈൻഡ് ഓൺ പാർ ലൈക്ക് എയ്ൻസ്റ്റീൻ ഓർ ന്യൂട്ടൺ? ജസ്റ്റിഫൈ യുവർ ആൻസർ. സോ എയ്ൻസ്റ്റീനെയോ ന്യൂട്ടനെയോ പോലെ സ്റ്റീഫൻ ഹോക്കിങ്ങും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്നാണ് ചോദിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഈസ് എ ജീനിയസ്. സോ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ജീനിയസ് ആയിരുന്നു. സാറ്റ് ഓൺ എ വീൽ ചെയർ he made a discovery of black hole, a region of space-time where gravity is so strong that nothing, no particle or even electromagnetic radiation such as light can escape from it. So സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ജീനിയസ് ആയിരുന്നു. ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ട് ഒരു ഡിസ്കവറി നടത്തി. ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ ഞാൻ ആ ലെസണിൽ പറഞ്ഞിട്ടുണ്ട്, തമോഗർത്തം. ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു റീജിയനാണ്, അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ശക്തി കൂടുതലായിരിക്കും. ഏത് പാർട്ടിക്കിൾസിനെയും അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും, ഈവൻ ലൈറ്റിനെ പോലും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗുരുത്വാകർഷണ ശക്തിയുള്ള ഒരു സ്പേസിലെ റീജിയനാണ് ബ്ലാക്ക് ഹോൾ. ഒന്നിനും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പം ആ ഒരു കണ്ടുപിടുത്തം നടത്തിയതാണ് ഇദ്ദേഹത്തിനെ ലോക ജനതയ്ക്ക് ഏറ്റവും സുപരിചിതനാക്കി മാറ്റിയത്. Though he cannot made so much discoveries as Einstein or Newton. എയിൻസ്റ്റീനെ പോലെയോ ന്യൂട്ടനെ പോലെയോ ഒരുപാട് ഡിസ്കവറീസ് ഒന്നും ഇദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസ്കവറി, ബ്ലാക്ക് ഹോൾ എന്നുള്ള ആ ഒരു ഡിസ്കവറി ഗെയിൻ ഹിം റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ്. അദ്ദേഹത്തിന് റെപ്യൂട്ടേഷൻ നേടിക്കൊടുത്തു, ജീനിയസ് എന്നുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ. അറ്റ് ദ സെയിം ടൈം അനദർ എയിൻസ്റ്റീൻ എന്നുള്ളൊരു റെപ്യൂട്ടേഷനും ഒരു പേരും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ. ലിസ്റ്റ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഡെൽറ്റ് വിത്തിൻ ഹോക്കിങ്സ് ബുക്ക്. അപ്പോൾ ഹോക്കിങ്ങിൻ്റെ ബുക്കിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഏതൊക്കെയാണ്? In his book, there are some most interesting questions on cosmology and quantum theory. Some of them are: where did the universe come from? പ്രപഞ്ചം എവിടെ നിന്നാണ് വരുന്നത്? Is the universe infinite or does it have any boundaries? യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണോ, അതിന് ബൗണ്ടറീസ് ഉണ്ടോ? Will it come to an end? അത് എന്തെങ്കിലും അവസാനിക്കുമോ? If so, how? പ്രപഞ്ചം അവസാനിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അവസാനം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവസാനിക്കുന്നത്? ഈസ് ദെയർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? ഒരു കംപ്ലീറ്റ് തിയറി ഉണ്ടോ യൂണിവേഴ്സിനെ പറ്റിയിട്ടും അതിലുള്ളതിനെ പറ്റിയിട്ടുമൊക്കെ? ഈസ് ദെയർ എ ബിഗിനിങ് ഓഫ് ടൈം? കുഡ് ടൈം റൺ ബാക്ക്?
ടൈമിനൊരു തുടക്കമുണ്ടോ, ടൈമിന് പുറകോട്ട് പോകാനായിട്ട് സാധിക്കുമോ, അതൊക്കെയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. വാട്ട് കുഡ് ഹാവ് ബീൻ ദ മിസ്ഗിവിങ്സ് ഓഫ് ജെയിൻ? ജെയിൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഒരു ഘട്ടത്തിൽ ജെയിനും ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. എന്താണ് ആ ഒരു മിസ്ഗിവിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജെയിൻ ഹാവ് സം ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ട്രക്യോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ്. സോ നമ്മുടെ ആ ഒരു ട്രക്യോട്ടമി ഓപ്പറേഷൻ വിച്ച് മീൻസ് വിൻ പൈപ്പ്, ട്രക്യ മീൻസ് വിൻ പൈപ്പ് അല്ലേ. അപ്പോൾ ട്രക്യ റിമൂവ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ, അതിനെ പറ്റിയിട്ട് ജെയിന് ഭയങ്കര സംശയങ്ങളായിരുന്നു. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ശരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പം ശരിക്കും ആ ഓപ്പറേഷനിൽ വിൻ പൈപ്പ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. She is in a confusion whether it should be conducted or not because it might save his life, but afterwards he would never again be able to speak or make a vocal sound. കാരണം ട്രക്യ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല, ഈവൻ ഒരു സൗണ്ട് പോലും പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പോൾ അത് വേണോ എന്ന് എന്താണ് ജെയിന് ആകെ ഡൗട്ടായിരുന്നു. How could he overcome his difficulties after the tracheotomy operation? After the tracheotomy operation, Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in the throat. So, ഈ ഒരു ഓപ്പറേഷന് ശേഷം ഹോക്കിങ്ങിന് സംസാരിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഈവൻ ബ്രീത്ത് ചെയ്യാനായിട്ട് പോലും, ശ്വസിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ മൂക്ക് ഉപയോഗിച്ചോ വായു ഉപയോഗിച്ചോ ശ്വസിക്കാൻ പറ്റില്ല. ത്രോട്ടിലൊരു പെർമനൻറ്റ് ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുവഴിയായിരുന്നു ശ്വസിക്കുന്നത്. മെനി വീക്സ് ആഫ്റ്റർ ദിസ് ടു ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. ഈ ഓപ്പറേഷന് ശേഷം ഒരുപാട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹം വളരെ വീക്കായിരുന്നു. ഇദ്ദേഹത്തിന് റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. Walt Wolters, a computer expert in California, sent him a program he had developed called Equalizer. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോൾട്ടോസ് എന്നുള്ളൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കാലിഫോർണിയയിലുള്ളൊരു വ്യക്തി ഇദ്ദേഹത്തിന് ഈക്വലൈസർ എന്നൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം കൊടുക്കുന്നത്. വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ ആൻഡ് കണ്ടിന്യൂ ഹിസ് റിസർച്ച്. ഇത് അദ്ദേഹത്തെ സ്ക്രീനിൽ നിന്നും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു ഈക്വലൈസർ അവിടെ ഇദ്ദേഹത്തിന് വേണ്ടി കൊടുത്തത് വാൾട്ട് വോൾട്ടോസ് ആണ്. അതിൻ്റെ ഹെൽപ്പോടുകൂടിയായിരുന്നു ഇദ്ദേഹം സംസാരിക്കുന്നത്. Mention some of the unique ideas and paradoxes put forward by Stephen Hawking. Your teacher will help you watch the visualization of the profile. So, കുറച്ച് യൂണീക്ക് ഐഡിയാസ് ഇദ്ദേഹം സജസ്റ്റ് ചെയ്ത കുറച്ച് യൂണീക്ക് ഐഡിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സസ് ആർ ഇൻ ഹിസ് ബുക്ക്. സം ഓഫ് ദം ആർ ബിഗിനിങ്സ് മേ ബി എൻഡഡ്. സോ എൻഡിങ്സ്. സോ കുറേ പാരഡോക്സസ് മീൻസ് ഓപ്പോസിറ്റ് ഐഡിയാസ് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ബിഗിനിങ്സ് മേ ബി ദ എൻഡിങ്സ്. അപ്പോൾ തുടക്കം തന്നെ അവസാനവും ആകാം. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. ചില ക്രൂരമായ ചില സിറ്റുവേഷൻസ് ഹാപ്പിനെസ്സിലേക്ക് വഴിതിരിക്കാം. ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൺ ടുഗദർ സീം ടു ഗീവ് അസ് നോൺസെൻസ്. രണ്ട് സയൻറ്റിഫിക് തിയറീസ് ഒരുമിച്ച് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് നോൺസെൻസ് ആണ് എന്ന് തോന്നാം. എം ടി സ്പേസ് ഇസ് നോട്ട് എം ടി. എം ടി സ്പേസ് ശരിക്കും എം ടി ആയിരിക്കില്ല. ബ്ലാക്ക് ഹോൾസ് ബ്ലാക്ക് അല്ല. ഇങ്ങനെ കുറേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ. വാട്ട് വാസ് ഹോക്കിങ്സ് ആറ്റിറ്റ്യൂഡ് ടു ഹിസ് ഡിസബിലിറ്റി? ഹൗ ഡു യു എസ്റ്റിമേറ്റ് ഇറ്റ് ഇൻ എ വൈഡർ കോണ്ടെക്സ്റ്റ്? സോ ഹോക്കിങ്സിന് തൻ്റെ ഡിസബിലിറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, തൻ്റെ വൈകല്യത്തിനോടുള്ള അല്ലെങ്കിൽ തൻ്റെ ആ ഒരു അവസ്ഥയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഹൗ ഡു യു എസ്റ്റിമേറ്റ് ഇറ്റ് ഇൻ എ വൈഡർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്? നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഹോക്കിംഗ് ചൂസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽട്ടി ആൻഡ് ഹി എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. ഹോക്കിങ് ഡിഫിക്കൽട്ടിയെ മറന്നുകൊണ്ട് ആണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അത് നിങ്ങൾക്കറിയാം, ഒരു വീൽ ചെയറിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത്രയും മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. ബ്ലാക്ക് ഹോൾ എന്നൊരു കണ്ടുപിടുത്തം നടത്താൻ അദ്ദേഹം ശരിക്കും വീൽ ചെയറിൽ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാം. ആൻഡ് ഹി എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് സെയിം ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവരോടും അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, അതായത് നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് എന്നുള്ള അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അഡ്വേഴ്സിറ്റീസ് ക്യാൻ ഹാപ്പൻ ഇൻ ലൈഫ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ സംഭവിക്കാം. ടു ഇഗ്നോർ ഇറ്റ് ആൻഡ് മൂവ് ഓൺ
ഇസ് ദ റൈറ്റ് മെത്തേഡ് വൺ മസ്റ്റ് ചൂസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ഹിസ് ലൈഫ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് ഒരു 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ എഴുതാം. അതേസമയം ഒരു 4 മാർക്കിനാവുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇദ്ദേഹം ഫേസ് ചെയ്ത കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞു. ഇനിയുള്ളത് ആക്ടിവിറ്റി സെക്ഷനാണ്. അപ്പം വരും വീഡിയോസിൽ നമുക്ക് ആക്ടിവിറ്റി സെക്ഷൻ കൈകാര്യം ചെയ്യാം. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. പലരും വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്നുണ്ട്, അതായത് ഇതൊക്കെ ഞങ്ങൾ കാണാതെ പഠിക്കണമെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ വീഡിയോയിലും ആവർത്തിക്കുന്നു. ഇത് അതുപോലെ ഒന്നും ചിലപ്പോൾ എക്സാമിന് ചോദിച്ചെന്ന് വരില്ല. പക്ഷേ നിങ്ങളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫോ റൈറ്റപ്പോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റപ്പായിട്ടോ പാരഗ്രാഫായിട്ടോ എഴുതാനായിട്ട് സാധിക്കും. ഒരു വലിയൊരു എസ്സേ പഠിച്ച് എഴുതുന്നതിലും എളുപ്പമാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ച് അതെല്ലാം കൂടി യോജിപ്പിച്ച് എഴുതുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എന്താണ് ആപ്റ്റായിട്ടുള്ള ഒരു മെത്തേഡെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങൾ വീഡിയോസ് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ്.